മലയാള കാവ്യപാരമ്പര്യത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെയാണ്. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തൊന്നേണം കാലേ കാലേ എന്ന സഫലമായ പ്രാർത്ഥനയോടുകൂടി മലയാളത്തിൻ്റെ ഭാഷാപിതാവിൻ്റെ ഈ ഇതിഹാസ സൗന്ദര്യം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളത്തിൻ്റെ കാവ്യപാരമ്പര്യത്തിൻ്റെ ഒരു പ്രൗഢമായ ചിന്തയായി ഇന്നും നിലനിൽക്കുന്നു. മലയാളികൾ അത് ഏറ്റുപാടുന്നു. ഈ കാവ്യപാരമ്പര്യത്തിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. സ്വാമികളുടെ അഭിപ്രായത്തോടു കൂടി നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുള്ള ഋഷിതുല്യനായ ഒരു വ്യക്തിയാണ് എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നമ്മൾ ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു തമിഴ് കലർന്ന അല്ലെ പ്രാകൃത തമിഴിലുള്ളൊരു ഭാഷാന്തരമായിരുന്നു ഇവിടെ സംസാര ഭാഷയായിട്ടൊരു കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വട്ടെഴുത്ത് സമ്പ്രദായവും കോലെഴുത്ത് സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. അതിൽ നിന്ന് ഒരു കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്നത് ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയിലൂടെ സംസ്കൃത പദങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹം അതിനെ കുറച്ച് മണിപ്രവാളം ശൈലിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ മലയാള ഭാഷയ്ക്ക് കൃത്യമായ ഒരു അടിത്തറ ഉണ്ടാക്കിയത് എഴുത്തച്ഛനാണ്. ആദികവിയായ വാൽമീകിയുടെ രാമായണത്തെ അല്ല അദ്ദേഹം പിന്തുടർന്നത്. അദ്ദേഹം പിന്തുടർന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അന്തർഗതമായിരിക്കുന്ന അധ്യാത്മ രാമായണം, അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് കിളിപ്പാട്ട് എന്നുള്ള ഒരു ശൈലി ആവിഷ്കരിച്ചത് എഴുത്തച്ഛനാണ്. മാത്രമല്ല എഴുത്തച്ഛനോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഈ അക്ഷരം കുറിക്കുന്ന അക്ഷരവിദ്യ എന്നുവെച്ചാൽ നശിക്കാത്ത വിദ്യ, ആ നാശമില്ലാത്ത ഒന്നിനെ അറിയുവാൻ നമ്മളെ സഹായിക്കുന്ന വിദ്യ, അത് നമുക്ക് മലയാളികൾക്ക് മലയാള ഭാഷയിലൂടെ മനോഹരമായ 51 അക്ഷരങ്ങളോട് കൂടിയ ഒരു ഭാഷയാക്കി മാറ്റിയിട്ട് ലോകത്തിന് പ്രദാനം ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ജീവിതവും അതിൻ്റെ ഊടും പാവുമെല്ലാം ആധ്യാത്മികതയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ആധ്യാത്മികതയിലൂടെ മാത്രമേ ഒരു മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയുള്ളൂ. അത് ഇവിടുത്തെ സാഹിത്യകാരന്മാരും ഇവിടുത്തെ കവികളും ഋഷിമാരും എല്ലാവരും ആധ്യാത്മികതയാണ് അതിനെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തെ, ഈ രാഷ്ട്രത്തെ തന്നെ വാർത്തെടുത്തത്. ഇപ്പോൾ രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ എത്രയോ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ വാൽമീകിയുടെ രാമായണത്തിൽ നോക്കിയാൽ ആദർശപുരുഷനായ രാമനെ ഒരു മനുഷ്യൻ്റെ, ഒരു ആദർശവാനായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് വാൽമീകി മഹർഷി കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ എഴുത്തച്ഛനെ സംബന്ധിച്ച് ആദർശവാനായ ഒരു പുരുഷൻ എന്നതിനേക്കാൾ ഉപരി ഒരു ഈശ്വരാവതാരം, വിഷ്ണുവിൻ്റെ അവതാരം എന്നുള്ള രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണത്തിനെ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു അവതാര സങ്കല്പമാണ്. മാത്രമല്ല ഇത് 4000 ശ്ലോകങ്ങളിലൂടെ വിവരിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ, വാൽമീകി എന്തുദ്ദേശിച്ചു അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ ആത്മാവും നഷ്ടപ്പെടാതെ മലയാളികൾക്ക് ലഭിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഇന്നത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മലയാളികൾ മലയാളം മറന്നുപോയ മലയാളികളാണ് എന്ന് തോന്നാറുണ്ട്. അവരെ നമ്മുടെ ഭാഷയെപ്പറ്റി പഠിക്കേണ്ടത് ആവശ്യമാണ്. ഏത് സാഹിത്യകാരനാണെങ്കിലും കവികളാണെങ്കിലും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ എഴുത്തച്ഛൻ്റെ രാമായണം പഠിക്കാതെ ശരിയായിട്ടൊരു മലയാളിക്ക് മലയാളിയാകാൻ കഴിയില്ല എന്ന് വേണം പറയാൻ.